എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ഹുണ്ടായി ഓറയുടെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓറ നമുക്കറിയാം അത്യാവശ്യം ടാക്സിയിൽ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ളൊരു വാഹനമാണ് ഹുണ്ടായുടെ ഒരു സെഡാൻ മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുല്ലുവഴിയിലുള്ള പോപ്പുലർ ഹുണ്ടായിലാണ്. നമ്മളോടൊപ്പം ചേരുന്ന കിണനാഥ് വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഓറയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, വന്ന വാഹനങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നില്ല അല്ലേ. പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ GSTയിൽ നല്ല രീതിയിൽ വ്യത്യാസം വന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ടാക്സി പെർമിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്, അതുപോലെ ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബ്രോ, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാമോ? ഇത് നമുക്ക് വരുന്നത് സെഡാൻ ക്ലാസ്സിൽ വരുന്ന ഒരു മോഡലാണ്. നമുക്ക് സബ് 4 മീറ്റർ താഴെ നമുക്ക് സെഡാനുള്ള രീതിക്കാണ് ഇത് വരുന്നത്. ഇത് പ്രീമിയം ആണ് ഈ സെഗ്മെന്റിൽ വരുന്നത്. ഇത് പ്രത്യേകം പറഞ്ഞാൽ CNG, അതുപോലെ ഓട്ടോമാറ്റിക്, മാനുവൽ, ഇങ്ങനെ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ CNGയിലാണെങ്കിൽ 30 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന മൈലേജ്. പിന്നെ അതുപോലെ പെട്രോളായിട്ട് നോക്കുകയാണെങ്കിൽ 22 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഇത് നമുക്ക് ഒരു 5 വേരിയൻസാണ് അവൈലബിൾ ആയിരുന്നത്. കോർപ്പറേറ്റ്, SX ഓപ്ഷൻ, അതുപോലെ SX ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നത്. നമുക്കിതിനകത്ത് ഇപ്പൊ ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ S എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഇതിന്റെ ഇപ്പൊ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ GST നല്ല രീതിയിൽ ഒരു 3ാമത്തെ വേരിയന്റ് ആണ് കോർപ്പറേറ്റ്, SX ഓപ്ഷൻ, അങ്ങനെ വേരിയൻസ് വരുന്നത്. നമുക്കിപ്പോ ഇത് കിടക്കുന്ന S എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ ഇപ്പൊ GST എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. GSTയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. GST പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ 70,000 രൂപ വ്യത്യാസമാണ് നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്നത്. ഏകദേശം 70,000 രൂപ വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട്. പ്ലസ് CNG നോക്കിയപ്പോൾ നമുക്ക് ഓണത്തിന്റെ സ്കീം റണ്ണിംഗ് ആണ്. പിന്നെ അതുപോലെ ഓണത്തിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും. അതിൽ പ്ലസ് GSTയുടെ വ്യത്യാസവും വരും. ഇത് നമ്മൾ S എന്ന് പറഞ്ഞ വേരിയന്റ് വരുമ്പോൾ നമുക്ക് നിലവിൽ ഓൺ റോഡ് വന്നിരുന്നത് 9.5 ലക്ഷം രൂപയാണ് നമുക്ക് ഓൺ റോഡ് വന്നുകൊണ്ടിരുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇത് പറയുന്നത് നമുക്ക് പ്രൈവറ്റിലാവുമ്പോൾ ടാക്സി വേരിയന്റ് കാര്യമാണോ? നമുക്ക് 2 ആയിട്ടുണ്ട്. ടാക്സിയും വരുന്നുണ്ട്, അതുപോലെ പ്രൈവറ്റ് ആയിട്ടും വരുന്നുണ്ട്. നമുക്ക് ടാക്സിയിൽ നോക്കി കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് റോട്ടാക്സി തന്നെ, റോട്ടാക്സി നോക്കുമ്പോൾ ഇതിന് 6% ഉള്ളൂ. ടാക്സിയിലേക്ക് വരുമ്പോൾ 6% നമുക്ക് റോഡ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അത്ര 5 വർഷത്തേക്ക് അത്രയാണ് വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ കൂടി എമൗണ്ട് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസമാണ് ഇപ്പൊ വന്നേക്കുന്നത്. നമ്മള് ഇത് എടുക്കും. ഇതാണ് എപ്പോഴും ടാക്സിയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന മോഡൽ. S എന്ന് പറഞ്ഞാൽ CNG ആണിത്. ഏറ്റവും കൂടുതൽ പോകുന്ന മോഡൽ ഇതാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുപോലെ ബാക്കിലാണെങ്കിൽ സ്പേസ് ഉണ്ട്. CNGയുടെ ടാങ്ക് വന്നാൽ പോലും, എന്നിരുന്നാൽ പോലും അത്യാവശ്യം ഫീച്ചേഴ്സും അത്യാവശ്യം സ്പേസും ഉണ്ട്. 2-3 ബാഗൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസും ഉണ്ട്. അതുപോലെ ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഫ്രണ്ട് ലുക്ക് ഒക്കെ എപ്പോഴും കുറച്ചുകൂടി മോഡേൺ ആണ് നമുക്ക് വരുന്നത്. കുറച്ചുകൂടി എന്താ പറയുക, ലക്ഷറി ആണ് വരുന്നത്. ഹെഡ്ലൈറ്റ് നോക്കിയാൽ പോലും നമുക്ക് ഹാലജൻ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ DR പോർഷൻ, ഇത് ഡേ ടൈം റണ്ണിംഗ് ലാമ്പാണ് വരുന്നത്. കുറച്ചുകൂടി ഇപ്പൊ ലക്ഷറി വെഹിക്കിൾസിനൊക്കെ വരുന്ന ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, അത് നമുക്ക് ഈ ഒരു മോഡലിൽ വരും. പിന്നെ അതുപോലെ ഹുണ്ടായുടെ ലോഗോ വരുന്നതാണെങ്കിലും ഒരു പഞ്ച് ചെയ്തിട്ടുള്ള ഹുണ്ടായി ലോഗോ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വലിയൊരു ഗ്രില്ല് കാണാം. പിന്നെ ഓറാന്ന് എഴുതിയതിന്റെ ഒരു ഇത് കാണാൻ പറ്റും. അതുപോലെ ഒരു പിയാനോ ബ്ലാക്കിലാണ് നമുക്ക് പിയാനോ ബ്ലാക്കിലുള്ള ഒരു ഫിനിഷ് ആണ് ഇതിനകത്ത് വരുന്നത്. അത് കുറച്ചുകൂടി പ്രീമിയം ലെവലിലായിട്ട് ആവുന്നതാണ്. ഇത്രയും ഒരു ഫ്രണ്ട് ലുക്കിൽ ഇത്രയും ഒരു എന്താ DR കൊടുക്കുമ്പോൾ, അതുപോലെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഒക്കെ വരുമ്പോൾ കുറച്ച് പ്രീമിയം ലക്ഷറി ഫീൽ ആണ് നമുക്ക് വരുന്നത്. ബ്രോ, ഞാൻ കാര്യം ചോദിക്കണം, നമുക്ക് ബേസിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാ ഈ മോഡൽ വ്യത്യാസം പറഞ്ഞാൽ നമുക്ക് DR-ന്റെ ഓപ്ഷൻ വരുന്നില്ല. ഇതും ബേസ് മോഡൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് വ്യത്യാസമുണ്ട്. നെക്സ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് നല്ല വ്യത്യാസമുണ്ട്. DR-ന്റെ പോർഷൻ വ്യത്യാസമുണ്ട്. പിന്നെ ടയർ സൈസ് വ്യത്യാസമുണ്ട്. അങ്ങനെ പിന്നെ ഉള്ളിൽ ഇന്റീരിയറിന്റെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ബാക്കിലായിട്ട് നോക്കി കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ വ്യത്യാസം. നമുക്ക് ജസ്റ്റ് സൈഡിലേക്ക് പോകണം. ഫ്രണ്ടിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ടോപ്പിന്റെ വരുമ്പോൾ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പൊക്കെ വരും. SX വേരിയന്റിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പൊക്കെ വരും. നമ്മളിപ്പോ ഫ്രണ്ടിലത്തെ പോർഷൻ കുറച്ച് നമ്മൾ കവർ ചെയ്തു. ഇനിയിപ്പോ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു 15 ഇഞ്ചിന്റെ ടയർ സൈസ് ആണ് വരുന്നത്. വിത്ത് സ്റ്റൈൽഡ് സ്റ്റീൽ വീലാണ് വരുന്നത്. അലോയ് വീലിന്റെ അത്രയും തന്നെ ഉപകാരം ചെയ്യുന്നുണ്ട്. കാരണം ലുക്കിലാണെങ്കിലും അതിന്റെ റണ്ണിങ് പോകുമ്പോഴാണെങ്കിൽ പോലും ആ ഒരു അലോയുടെ ഡിസൈൻ പോലെ തോന്നും. അതേപോലെ തന്നെയാണ് അത് വെക്കുന്നതാണെങ്കിൽ പോലും അലോയ് വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ അതുപോലെ സൈഡിൽ ഫ്രണ്ടിലുള്ള ഒരു ഇൻഡിക്കേറ്റർ വരാം. പിന്നെ അതേപോലെ സൈഡിലായിട്ട് കഴിഞ്ഞാൽ മിറർ നോക്കിയാൽ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മിററാണ് വരുന്നത്. 2 മിറർ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് വരും. പിന്നെ അതുപോലെ ഡോർ ഹാൻഡിൽ നമുക്ക് ബോഡി കളർ ഡോർ ഹാൻഡിൽ വരും. നമുക്കിനി ഫ്യൂവൽ ടാങ്കിനായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 35 ലിറ്ററിൻ്റെ നമുക്ക് ഫ്യൂവൽ ടാങ്കാണ് വരുന്നത്. പ്ലസ് അതിൻ്റെ CNG, ഇത് CNG വെഹിക്കിൾസ് ആണ്. അതുകൊണ്ട് CNG വെഹിക്കിൾസിൻ്റെ ആണെങ്കിലും പിന്നെ കണ്ടോ CNG ഇറക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് 8 കിലോ വരെയാണ് നമുക്ക് CNG അതിനകത്ത് ഫില്ലാവുന്നത്. അതുപോലെ 35 ലിറ്റർ ആണെങ്കിലും പെട്രോൾ ടാങ്ക്. പിന്നെ നമുക്ക് റിയലായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്പോയിലർ കാണാൻ പറ്റും. ഇത് ഇൻബിൽറ്റ് സ്പോയിലറാണ് വരുന്നത്. നമുക്ക് ഈ വേരിയൻ്റ് തൊട്ടാണെങ്കിൽ നമുക്ക് സ്പോയിലർ ആഡ് ചെയ്ത് വരുന്നത്. അതുപോലെ നമുക്കൊരു സ്പോർട്ടി ലുക്കാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ പ്രീമിയം ടച്ചും ഉണ്ട്. പിന്നെ CNGയുടെ ലോഗോ കാണാം.
പിന്നെ അതുപോലെ ഒരു FM-ൻ്റെതായിട്ടുള്ള ഒരു നമുക്ക് ആൻറ്റിനയും കാണാൻ പറ്റും. പിന്നെ റിയലിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെയിൽ ലാമ്പ് ഒരു LED ടെയിൽ ലാമ്പാണ് വരുന്നത്. പിന്നെ ഓറ എന്ന് പറഞ്ഞൊരു ഇത് സെഗ്മെന്റ് ഇത് പേരും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ CNG ആയതോടുകൂടി ഹൈ CNG എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്മളൊരു ലോഗോയും കൊടുത്തേക്കുന്നത്. നമുക്കിനി ബൂട്ട് സ്പേസിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ CNG ടാങ്ക് വരുന്നത്. നമുക്ക് ആ ഒരു 8 കിലോ വരുന്ന ടാങ്ക് 8 കിലോ ടാങ്കാണ് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് നോർമൽ വരുന്ന അതിന്റെ ബൂട്ട് സ്പേസ് പറയാം എത്രയാണോ? നോർമൽ നമുക്ക് ബൂട്ട് സ്പേസ് വരുമ്പോൾ ഇപ്പോൾ CNG ടാങ്ക് ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം 402 ലിറ്ററോളാണ് ഇത് 402 വരുന്നത് അല്ലേ? ഇത് നമുക്ക് ടാങ്ക് കൂടി വന്നപ്പോൾ ഏകദേശം 200 ലിറ്ററോട്ടം മാറി, 200 മാറി. എങ്കിൽ പോലും നല്ല സ്പേസ്, കാരണം ഇപ്പോൾ ഒരു ടാക്സി നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ബൂട്ട് സ്പേസും നോക്കണം. അപ്പോൾ അവർക്ക് ഒരു ചെറിയ 2-3 ബാഗ് വെക്കാനുള്ള സ്പേസ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, കമ്പനി കൊടുക്കുന്നുണ്ട്. അത്ര സ്പേസ് വെച്ചിട്ടാണെങ്കിൽ പോലും നോക്കുന്നുണ്ട്. പിന്നെ പെട്രോൾ നോക്കുന്നവർക്ക് പെട്രോൾ എടുക്കാം കേട്ടോ. പക്ഷേ CNG ഒരു കുറച്ചുകൂടി മൈലേജ് കൂടുതലായിട്ട് കിട്ടും, കുറച്ചുകൂടി നമുക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് സ്പെയർ വീൽ എന്നാൽ പോലും നമുക്ക് കണ്ടോ താഴത്ത് തന്നെയാണ് സ്പെയർ വീലും വരുന്നുണ്ട് അല്ലേ? ഇത് ഒരു സൈസ് കുറവായിരിക്കും, 14 ഇഞ്ചിലായിട്ടാണ് വരുന്നത്. നമ്മൾ വീൽ സൈസ് 15 ഇഞ്ച് ആണെങ്കിൽ നമ്മൾ ഒരു ഡൗട്ട് വെക്കട്ടെ ബ്രോ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് വേരിയന്റ് തൊട്ട് ബേസ് മോഡലിലോട്ട് സ്റ്റാർട്ടിംഗ് മോഡലിൽ നമുക്ക് 14 ഇഞ്ചാണ് വരുന്നത് അല്ലേ? നമുക്കിനകത്ത് ഓവറോൾ ലെങ്ത് നോക്കി കഴിഞ്ഞാൽ 3995 നമുക്ക് ഓവറോൾ ലെങ്ത് വരുന്നത്. 4 മീറ്റർ തൊട്ട് താഴെ 3995 അല്ലേ? 4 മീറ്റർ തൊട്ട് താഴെ, അത് നമ്മൾ 4 മീറ്ററിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. 4 മീറ്റർ തൊട്ട് താഴെ. പിന്നെ ഇതിന്റെ ഹൈറ്റ് പറയുകയാണെങ്കിൽ 1520 mm ആണ് നമുക്ക് ഹൈറ്റ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വീൽ ബേസ് നോക്കിയപ്പോൾ 2520 വരുന്നു. പിന്നെ അതുപോലെ വിഡ്ത്ത് നോക്കിയപ്പോൾ 1650 ആണ് അതിന്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഏകദേശം 70 mm നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ടല്ലേ? പിന്നെ പ്ലസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ പോലും ലക്ഷറി ആ ഒരു ഫീലാണ്, ലുക്ക് അതിൻ്റെ ലക്ഷറി ലുക്ക് ആണെങ്കിൽ പോലും ഒരു സ്പോയിലറും കൂടി വന്നപ്പോഴേ ആ ലക്ഷറി അതിൻ്റെ ഇതാണ് വന്നത്. കാരണം ഇങ്ങനെ ചെരിഞ്ഞിറങ്ങണ ആ ഒരു പോർഷൻ സ്പോയിലറൊക്കെ നമുക്ക് അല്ലെങ്കിൽ ബേസ് മോഡൽ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡോർ പാലറ്റ് നമുക്ക് 4 ഡോർ പവർ വിൻഡോ, സെക്കൻഡ് വേരിയന്റ് വരുമ്പോൾ തന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോ വരും. അതായത് പവർ വിൻഡോ വരും. അതുപോലെ ലോക്ക് അൺലോക്ക് സെക്കൻഡ് വേരിയന്റ് തൊട്ടാണ് നമ്മൾ പവർ വിൻഡോ വരുന്നത്. സെക്കൻഡ് വേരിയന്റ് 4 പവർ വിൻഡോ, 2 പവർ വിൻഡോ ഉള്ളൂ. സെക്കൻഡ് വേരിയന്റ് 4 പവർ വിൻഡോയും അത് ലോക്ക് അൺലോക്ക്, അതിൽ മിറർ അഡ്ജസ്റ്റ്മെന്റ്. അത് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലാണെങ്കിലും ആൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നോബ് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ, തിരിക്കാനായിട്ട് പറ്റും. എല്ലാ ഡയറക്ഷനിലും പറ്റും നമുക്ക്. പിന്നെ അതേപോലെ സ്റ്റിയറിംഗ് വീലിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത്. ബേസിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല. സെക്കൻഡ് വേരിയന്റ് നമുക്ക് ടിൽറ്റ് വരും. അതുപോലെ ഇപ്പൊ ബേസ് മോഡലായിട്ട് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരും. ബേസ് മോഡലായിട്ട് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരും. പിന്നെ അത് CNG പെട്രോളായിട്ട് മാറാനായിട്ടൊരു ഓപ്ഷൻ കിട്ടും. പിന്നെ അതുപോലെ മറ്റേ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് അത് നമുക്ക് വരും, അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് വരും. പിന്നെ സ്റ്റിയറിംഗിനെ കൺട്രോൾസ് നോക്കുമ്പോൾ നമുക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുപോലെ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. പിന്നെ അത് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ അതുപോലെ മോഡ് ചേഞ്ച് ചെയ്യാം, റേഡിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ അങ്ങനെയുള്ള ഓപ്ഷൻ കിട്ടും. നമുക്ക് സിസ്റ്റം 2D സിസ്റ്റമാണ് നമുക്ക് വരുന്നത്. റേഡിയോ എല്ലാം നമുക്ക് സപ്പോർട്ടാകും. ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ ഫോണെ കണക്ട് ചെയ്യാം, എല്ലാ സാധനവും വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് 4 ഇപ്പോൾ ഡോറിൻ്റെ ആണെങ്കിലും ആവറേജ് മൈലേജ്, ടയർ പ്രഷർ മോണിറ്റർ, ഇപ്പം 4 ടയറിനെ നമുക്ക് ഈച്ച് പ്രഷർ നമുക്ക് അറിയാൻ പറ്റും. അത് വണ്ടി റണ്ണിങ് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ അനലോഗ് മീറ്റർ എല്ലാം അങ്ങനെയാണ്. പിന്നെ ആവറേജ് ഡ്രൈവ് ഇൻഫോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ കാണിക്കാം, അവർക്ക് മൈലേജ് കാരണം. പിന്നെ നമുക്ക് പ്രീമിയം വാഹനത്തിന് അതൊരു സെറ്റ് തന്നെ വന്നിട്ടുണ്ടെന്ന് പറയാം. വാഹനത്തിന് എങ്ങനെയാണോ അതിന്റെ ക്ലസ്റ്ററിങ് അതേപോലെ തന്നെയാണ് വരുന്നത്. രണ്ട് ഇപ്പോൾ അതുപോലെ RPM ആണെങ്കിലും അതുപോലെ സ്പീഡോമീറ്റർ ആണെങ്കിലും പിന്നെ അതുപോലെ എല്ലാ വാണിംഗ് ലൈറ്റ്സും അത് കാണിക്കും. ഫ്യൂൽ കുറവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഫ്യൂവലിന്റെ, ഇപ്പുറത്ത് കാണിക്കുന്ന CNG ഇപ്പോൾ ഹാഫ് ടാങ്ക് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ രീതിക്കുള്ള എല്ലാം നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ അതിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു രീതിക്കും ഇങ്ങനെ പോയി നോക്കണ്ട, എല്ലാം സ്റ്റിയറിംഗിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ AC വെന്റ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം പ്രീമിയം ലുക്കിലാണ് AC വെന്റ് ഒക്കെ വന്നേക്കുന്നത്. പിന്നെ ഒരു കളർ തീം കൂടി വന്നിട്ടുണ്ട്, ഒരു കളർ തീം കൂടി വന്നേക്കണം. പിന്നെ അതിൽ ബീജും അതിലൊരു ബ്രൗൺ ആയിട്ടുള്ള ഒരു ടെസ്റ്ററാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് AC നോക്കി കഴിഞ്ഞാൽ മാനുവൽ AC ആണ് വരുന്നത്. നമുക്ക് AC വെന്റ്സിന്റെ കാര്യം പറഞ്ഞാൽ നമ്മളെ നിയോസിലൊക്കെ വരുന്ന ഒരു സെയിം തന്നെ ആ ഒരു ഡിസൈനിലും ആ ഒരു ഇതിനകത്താണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ബട്ടൺസ് മാനുവൽ AC ആണ് വരുന്നത്. അത് നമുക്ക് ഈ S തൊട്ടും SX തൊട്ടൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ടോപ്പിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ഇതിനകത്ത് AC ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ അത് ഓരോ ലെവൽ വെക്കാം. പിന്നെ അതിൽ ഓരോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി നമുക്ക് നോർമൽ വാഹനങ്ങൾ വാഹനം പോലെ തന്നെ. പിന്നെ അതിൽ ഇതിനകത്ത് Type-C ചാർജിങ്, ഇതാണ് കുറച്ചുകൂടി ഇപ്പൊ എല്ലാ വണ്ടിയും
ഇപ്പം വണ്ടിയൊന്നും ടൈപ്പ് സി അങ്ങനെ കൊടുക്കാറില്ല നമ്മുടെ കമ്പനീസ്. പക്ഷെ ഉണ്ടാകുന്നപ്പോൾ ടൈപ്പ് സി ചാർജിങ് വിത്ത് ഫാസ്റ്റ് ചാർജിങ് തന്നെ. പിന്നെ 12 വോൾട്ടിന്റെ ഒരു മൾട്ടിപ്പിൾ ചാർജ് കുത്താനുള്ള ഒരു ഭാഗം വന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് 5 സ്പീഡ് ഗിയർ നോബാണ് വരുന്നത്. പ്രീമിയം ആ ഒരു ഫിനിഷിലാണ് ഈ കളർ കൂടി കൊടുത്തപ്പോഴേ ഒരു പ്രീമിയം ഫിനിഷിലാണ്. നമുക്ക് ബേസ് മോഡൽ ഈ കളർ വരുന്നുണ്ട്, ഒരു കളർ തീം ആകുന്നത്. നമുക്ക് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല, ബേസ് മോഡൽ നമുക്ക് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല, ഇതൊക്കെ ഫ്രീ ആയിരിക്കും. പിന്നെ അതേപോലെ ഈ അഡ്ജസ്റ്റ്മെന്റോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരില്ല, കാരണം സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരില്ല. പിന്നെ അതേപോലെ 2 കപ്പ് ഹോൾഡർ വെക്കാൻ പറ്റും. പിന്നെ ആംറസ്റ്റ് അഡീഷണൽ വെക്കണേ ആംറസ്റ്റ് അഡീഷണൽ വെക്കാം. പിന്നെ ഡോർ പാഡ് ഡോറിന്റെ ഇത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല 1 ലിറ്ററിന്റെ കുപ്പിയൊക്കെ കയറാൻ എല്ലാം ഇത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ റിയർ AC വെന്റ് ബാക്കിലേക്ക് ബേസ് മോഡൽ വരുന്നുണ്ട്. അല്ല, സെക്കൻഡ് ഓപ്ഷൻ തൊട്ട് നമുക്ക് റിയറിൽ നമുക്ക് AC വെന്റ് വരും. നല്ല കൂളിംഗ് ആണ്, കാരണം ഇങ്ങനത്തെ ഒരു ക്യാബിൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പൊ യാത്ര ചെയ്യുന്നവരൊക്കെ കൂടുതലും ബാക്കിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് കുറച്ചും കംഫർട്ടായിരിക്കും. ക്യാബിൻ പെട്ടെന്ന് കൂളാവും. പെട്ടെന്ന് ഇവിടുന്ന് മാത്രമല്ല അവിടുന്ന് കൂള് വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഒരു കൂളായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ലൈറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡിമ്മ് ഇപ്പൊ നൈറ്റ് ഒക്കെ പോകുമ്പോൾ 2 രീതിക്കുള്ള ഡിമ്മ് വരുന്നുണ്ട് ഡേ ആയിട്ട് തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കുറെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ സീറ്റ് ഉണ്ടോ, ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വരും അടുത്തേക്ക്. പിന്നെ അതുപോലെ മേളിലായിട്ടും അഡ്ജസ്റ്റ്മെന്റ് വരും. പിന്നെ അതുപോലെ നോക്കി കഴിഞ്ഞാൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരും. സ്റ്റിയറിംഗ് അതുപോലെ കോ ഡ്രൈവറിന്റെ അവിടെ. പിന്നെ അതുപോലെ സീറ്റയില് വരുന്നുണ്ട്. അതുപോലെ പില്ലറിക്കല് 6 പില്ലറിലും വരുന്നുണ്ട്. അതുപോലെ നമ്മൾ സീറ്റ് വരുന്ന ഒരു വൈറ്റ് മോഡൽ, വൈറ്റ് അല്ല ബീജ് ആൻഡ് ഒരു എന്താ പറയണ ഒരു ലെതറും അതുപോലെ ഫാബ്രിക് സീറ്റ് തന്നെ. പിന്നെ പ്യൂർ വൈറ്റ് അല്ല, നമുക്ക് അങ്ങനെ ചെളി ആയാലും നമുക്ക് അറിയില്ലാത്തൊരു ലെതർ മെറ്റീരിയൽ തന്നെ, ഫാബ്രിക് മെറ്റീരിയൽ പ്ലസ് ആദ്യം പറഞ്ഞ ശരി പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടി തന്നെ ഇങ്ങനത്തെ ഒരു സീറ്റ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ സീറ്റ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം പറയുകയാണെങ്കിൽ അപ്പൊ അത്യാവശ്യം നമുക്കൊരു കണ്ടോ ലാർജ് ആയിട്ടുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. റിയർ സീറ്റിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെഡ് സ്പേസ്, ഹെഡ് റൂം നല്ല രീതിക്കുണ്ട്. അതുപോലെ ലെഗ് സ്പേസ് നല്ല രീതിക്ക് ലെഗ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ പ്ലസ് മാക്സിമം ഇറക്കിയിട്ടേക്കുവാണോ സീറ്റ് അല്ലേ? ഇത് അത്യാവശ്യം മിഡിൽ ലെവലായിട്ട് ഇട്ടേക്കുക. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ പക്ഷെ എന്തായാലും കാല് തട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല ഉണ്ടോ തൈ സപ്പോർട്ട് ഉണ്ടോ. എന്റെ ഞാൻ ഇരുന്നപ്പോഴും കണ്ടോ കാലൊക്കെ നീട്ടി സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഹെഡ് റൂം വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ ഡോർ അടച്ചാൽ പോലും നമുക്ക് നല്ല രീതിക്കുള്ള ഒരു കാഴ്ചകൾ വ്യൂ ഉള്ളായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ സീറ്റിലാണെങ്കിൽ നമുക്ക് 60/40 ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡറാണ് വരുന്നത്. കവർ ഇട്ടുകൊണ്ട് അങ്ങനെ കാണാത്തതാണ് കേട്ടോ ആംബ്രസ്റ്റ്. അത് ഒരു പ്രീമിയം ലക്ഷറി വാഹനങ്ങൾ മാത്രമേ ഇങ്ങനെ കാണുള്ളൂ. ഈ ഒരു ആംബ്രസ്റ്റ് ചെറിയ വിലക്കുള്ള വണ്ടിയിലൊന്നും ഇങ്ങനെ കാണാനില്ല ഇത്രയും ലെവലിലുള്ള ഒരു ഫീച്ചർ. അപ്പൊ അതുകൊണ്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രീമിയം ടച്ച് കിട്ടി. ഇത് സീറ്റിന്റെ അതുപോലെ ഒരു വൈറ്റ് ബീജ് ഒരു ഇന്ത്യയിലും കൂടി വന്നപ്പോൾ നല്ല രീതിക്കുള്ള നമുക്കൊരു ഫ്രഷ്നെസ് നമുക്ക് തോന്നും ഇങ്ങനെ കാണുമ്പോൾ തന്നെ. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് കണ്ടോ ബാക്കിലെ റിയലായിട്ട് നോക്കിയാൽ പോലും അത്യാവശ്യം നല്ലൊരു കാഴ്ച. പിന്നെ അതുപോലെ ആ ഒരു പാഴ്സൽ ട്രേ ഒക്കെ നമുക്ക് ഈ ബേസ് മോഡൽ വരുന്നുണ്ടോ? അതോ നമുക്ക് സെക്കൻഡ് വേരിയന്റ് ആയിരിക്കും അല്ലേ? സെക്കൻഡ് വേരിയന്റ് പാഴ്സൽ ട്രേ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഒക്കെ കൂടുതലും സെക്കൻഡ് വേരിയന്റാണ് വരുന്നത്. ഈ ഒരു സെഗ്മെന്റ് ടാക്സി മാത്രമല്ല പ്രൈവറ്റിലേറ്റും കുറച്ചുകൂടി നോക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ ഇത്ര ഫീച്ചേഴ്സും അതുപോലെ ആ ഒരു കംഫോർട്ടും എല്ലാം കൊണ്ടും നമുക്ക് ബെറ്റർ ആണ്. കാരണം സെഡാൻ വരുമ്പോൾ കുറച്ചുകൂടി കംഫോർട്ട് കൂടുതലാണ്. പക്ഷേ കുറച്ചുകൂടി CNG പർപ്പസ് വരുമ്പോൾ കുറച്ചുകൂടി മൈലേജ് കൂടുതൽ എല്ലാവരും ടാക്സി കോട്ടം കൂടുതലായതുകൊണ്ട് വേണ്ടി ടാക്സിയിലിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ ബാക്കിൽ നിന്ന് ഇപ്പോൾ റിയറിൽ ഇരിക്കുക റിയർ സീറ്റ് ഇരിക്കുന്നവർക്ക് നല്ല തൈ സപ്പോർട്ടായി കിട്ടും. ഈ സെഗ്മെന്റിലെ ഏറ്റവും തൈ സപ്പോർട്ടുള്ള വണ്ടിയാണ് ഓറ. അതുകൊണ്ട് അതിന്റെ മെച്ചം നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മള് ഓറയുടെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ടത് നമുക്ക് അതിന്റെ പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് പ്രൈസിലേക്ക് പോകാം അല്ലേ? അപ്പൊ എത്രയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്? നമുക്ക് ഇപ്പൊ ഇത് ഓറ നമ്മൾ കൊടുത്തോണ്ടിരുന്നതെന്ന് ഏകദേശം ഒരു 9,900,000 വന്നോണ്ടിരുന്ന മോഡലാണ്. 9,500,000 റേഞ്ച് വന്നോണ്ടിരുന്നത്. ഓൺ റോഡ് 9,500,000 താഴെ ഡിസ്കൗണ്ട് കഴിഞ്ഞ 9,400,000 9,15 റേഞ്ചിൽ കൊടുത്തോണ്ടിരുന്നതാണ്. അത് നമുക്ക് ഇപ്പൊ റേഞ്ചിൽ നമുക്ക് വരുന്നത് ഇപ്പൊ GST ആഫ്റ്റർ GST എല്ലാം കഴിഞ്ഞ 8,50,000 രൂപയ്ക്കാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത്. 8 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. പ്ലസ് ഇതിന്റെ ഒരു അഡീഷണൽ 20,000 രൂപയും കൊടുക്കേണ്ടി വരും. കാരണം മറ്റേ നമ്മുടെ ഗവൺമെന്റിന്റെ ടാക്സി പെർമിറ്റിലേക്ക് സ്പീഡ് ഗവർണറും അങ്ങനെ സംഭവങ്ങളൊക്കെ പ്ലസ് വരും. ടാക്സ് കുറവല്ല ഓൾറെഡി. അപ്പൊ 8,00,000 രൂപയ്ക്ക് നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. അത്രയും വില വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 67 ടാക്സിൽ വരുന്ന GST അത്രയും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിന്റെ ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയാണ്? ടോപ്പ് എൻഡിലായിട്ട് വരുമ്പോൾ ഇതിനുമ്പോ ഏകദേശം നമ്മൾ കൊടുത്തോണ്ടിരുന്ന 9,500 ആണെങ്കിൽ ആ റേറ്റ് ആണ് വരുമ്പോൾ 10 രൂപ അടുത്തേക്ക് വരും.
ഏറ്റവും ടോപ്പിന്റെ CNG ആയിട്ട് വരുമ്പോൾ. പക്ഷെ ഏറ്റവും കൂടുതൽ ടാക്സിയിലായിട്ട് നോക്കുന്നത് വില കുറവും എല്ലാവരും നോക്കുന്നത് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു സെഗ്മെന്റ് എല്ലാവരും നോക്കുന്നത്. കാരണം ടോപ്പ് എൻഡിലായിട്ട് അങ്ങനെ ആരും നോക്കാറില്ല. അങ്ങനെ അലോയ് വീൽസ് വരും, പിന്നെ അതുപോലെ ടച്ച് സ്ക്രീൻ വിത്ത് റിവേഴ്സ് ക്യാമറ, ഓട്ടോമാറ്റിക് AC, വയർലെസ് ചാർജിങ് പാഡ്, അങ്ങനെ സംഭവമാണ് ടോപ്പ് എൻഡിലായിട്ട്. പക്ഷെ അത്രയും ആവശ്യമില്ലെങ്കിൽ പോലും ഈ ഒരു മോഡൽ എടുത്താൽ പോലും നല്ലൊരു ഫീച്ചർ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു മോഡൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ ഏകദേശം 8.5 ലക്ഷം രൂപയ്ക്ക് വർത്താണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ. CNG വിത്ത് CNG ടാക്സി പെർമിറ്റും കിട്ടുമ്പോൾ. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ബേസിന്റെ വില പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അത് നമ്മൾ CNG-യുടെ വിലയല്ലേ പറഞ്ഞത്, പെട്രോളിന്റെ വിലയല്ലേ പറഞ്ഞത്. അപ്പോൾ CNG-ലേക്ക് വരുമ്പോൾ എത്രയായിരിക്കും? 8 ലക്ഷം രൂപ രീതിക്ക്, അതായത് 1 ലക്ഷം രൂപ അടുത്ത് വ്യത്യാസം വരും CNG-ലേക്ക് വരുമ്പോൾ. അതായത് CNG ടാങ്കിന്റെ മാത്രം വ്യത്യാസമുള്ളൂ. CNG ടാങ്കിന്റെ അത്രയും ഇൻബിൽഡ് അത്രയും കോസ്റ്റ് കൊടുക്കാൻ കമ്പനി ഉണ്ടാക്കുന്നതാണ്. ആ ഒരു ഒന്നില്ല, ഒന്നിട്ട് താഴെ ഉള്ളൂ. ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മൾ അറിയാലോ ഒരു ടാക്സി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ കൊണ്ട് തന്നെ ഡൗൺ പേയ്മെന്റ് കാര്യത്തിൽ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡൗൺ പേയ്മെന്റ് എത്രയെന്ന് പറയാം? ഓക്കെ, നമുക്ക് ടാക്സി പെർമിറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ഷോറൂമിന്റെ 85 മാത്രമേ കിട്ടുള്ളൂ. അതിന് ഫണ്ടിങ് അത്രേ കിട്ടുള്ളൂ. കാരണം ഏത് ബാങ്ക് നോക്കിയാൽ പോലും അത്ര മാക്സിമം അത്രേ കിട്ടുള്ളൂ. അത് ടാക്സിക്ക് മാത്രം അങ്ങനെ ഉള്ളൂ. പ്രൈവറ്റിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന് ഓൺ റോഡ് 90-95 കിട്ടും. പക്ഷേ ടാക്സിയിലോട്ട് വരുമ്പോൾ എക്സ്ഷോറൂമിന്റെ ഓൺ റോഡ് അല്ല, എക്സ്ഷോറൂമിന്റെ 85 കിട്ടുള്ളൂ. അപ്പൊ ഏകദേശം 2 lakhs അടുത്ത് നമുക്ക് ഡൗൺ പേയ്മെന്റ് വരും, അടക്കേണ്ടി വരും. അത് ടാക്സിയിലോട്ട് നോക്കുമ്പോൾ അത്രയും അടക്കേണ്ടതായിട്ട് വരും. എത്ര വർഷം വരെ നമുക്ക് ഫിനാൻസ് കിട്ടുമായിരിക്കും ടാക്സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ? എങ്ങനെ ടാക്സിയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഫിനാൻസ് എത്ര വരെ അവൈലബിൾ? 7 വർഷം വരെ കൊടുക്കും. ഏത് ബാങ്കാണെങ്കിലും ഏത് ബാങ്കാണ് കൊടുക്കുന്നത്. പക്ഷേ അതിന്റെ ഡൗൺ പേയ്മെന്റ് ഇനീഷ്യൽ പേയ്മെന്റിനാണ് അവർ പറഞ്ഞത് എക്സ്ഷോറൂമിൽ 85% ആണ് കൊടുക്കുള്ളൂ. 2 lakhs അടുത്ത് വ്യത്യാസം ആ ഒരു ഡൗൺ പേയ്മെന്റ് ഇരിക്കും. നമുക്ക് ഇതിന് മുദ്ര ലോൺ അവൈലബിൾ ആണോ? മുദ്ര ലോൺ അവൈലബിൾ ആണ്. മുദ്ര ലോൺ ശരി കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കസ്റ്റമർ ഡയറക്റ്റ് പോയി ബാങ്കായിട്ട് സംസാരിച്ച് അവർക്ക് കുറച്ച് പ്രൂഫ്സ് ഒക്കെ വേണം. അപ്പൊ ടാക്സി നിലവിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽവർക്കാണെങ്കിൽ അവരുടെ പേരിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള, ഇപ്പൊ ഊബർ ആണെങ്കിൽ അവരുടെ എന്തെങ്കിലും കാർഡൊക്കെ വെച്ചിട്ട് വേണം ഇതിനെ അപേക്ഷിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. മുദ്ര ലോൺ വരുമ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. അപ്പൊ അത് കസ്റ്റമർ ഡയറക്റ്റ് ബാങ്കിൽ പോയി സംസാരിച്ച് വേണം എടുക്കാൻ. അപ്പൊ അന്നേരം മുദ്ര ലോൺ നോക്കുകയാണെങ്കിൽ മാക്സിമം ലോൺ വരെ കിട്ടും. മാക്സിമം ഒരു 90% വരെ ഓൺ റോഡ് ചിലപ്പോൾ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ത്രൂ എടുക്കുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അതിന്റെ ആ ഒരു നോർമൽ ബാങ്കാണ് എടുക്കുന്നത്. നോർമൽ ഇപ്പൊ SBI, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് നോർമൽ ബാങ്കാണ്. അപ്പൊ അവരുടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ് ഈ എക്സ്ഷോറൂമിന് 85 കിട്ടുള്ളൂ എന്നുള്ള അവരുടെ പ്രൊസീജിയർ. പിന്നെ നമ്മൾ 7 year വരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ്. 7 year കിട്ടും, 5 year കിട്ടുന്നുണ്ടല്ലേ. പിന്നെ നമുക്ക് പിന്നെ അറിയേണ്ടത്, നമുക്ക് ടാക്സി വാഹനം ആയതുകൊണ്ടാണ് എടുത്ത് ചോദിക്കുന്നത്, നമുക്ക് ഇതിനൊരു സർവീസിലേക്ക് വന്നാൽ എങ്ങനെയാണ്? നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 year രണ്ടെണ്ണമാണ് വരുന്നത്. വണ്ടി എടുത്തതിന്റെ 1500 അല്ലെങ്കിൽ 2 മാസം ഒരു ചെക്കപ്പ് വരും. അത് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ എല്ലാ വണ്ടികളെ പോലെ തന്നെ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ വർഷത്തില്. നമ്മൾ ഇതിനു മുമ്പ് ഒരു കസ്റ്റമറോട് സംസാരിച്ചപ്പോൾ കസ്റ്റമർ ഓറാന്ന് വെഹിക്കിൾ ഇതിന് മുമ്പത്തെ എക്സെന്റ് ആയിരുന്നു. എക്സെന്റ് മുകളിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വരെ കസ്റ്റമർ ഓടിച്ച് 3 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് നെടുമ്പാശ്ശേരിയില് നമ്മുടെ ടാക്സി ആയിട്ട് ഓടുന്നതാണ്. അവിടെ സംസാരിച്ചപ്പോൾ ആള് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം സർവീസിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആൾ കറക്റ്റായിട്ട് 10,000 കിലോമീറ്റർ സർവീസ് ചെയ്യുന്നു. കറക്റ്റായിട്ടുള്ള ഓയിൽ ചേഞ്ച് എല്ലാം വരുന്നു. 3 ലക്ഷം ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് കണ്ടീഷനിലാണ് ആൾ പറയുന്നത്. നമുക്കൊരു ആ കോസ്റ്റിലേക്ക് വന്നാൽ നമുക്ക് ഏകദേശം സർവീസ് കോസ്റ്റ് എത്രയാണ് വരും? സർവീസ് കോസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3,500-4,000 രൂപ ഒക്കെ റേഞ്ചില് കിലോമീറ്റർ ഒരു മാക്സിമം 6,000 രൂപയ്ക്കുള്ളിൽ എല്ലാം ചെയ്ത് കിട്ടും. വീൽ അലൈൻമെന്റും ബാലൻസിങ്ങും ഓയിൽ ചേഞ്ചും എല്ലാം അടക്കം ഒരു 6,000 രൂപ ലേബർ എമൗണ്ട് അടക്കം 6,000 രൂപ ഉള്ളിൽ കിട്ടുകയും ചെയ്യും. അത്രയും കംഫോർട്ടാണ് വെഹിക്കിൾ. അതുപോലെ സർവീസ് നോക്കി കഴിഞ്ഞാൽ എല്ലാ സർവീസ് സെന്റേഴ്സും ഉണ്ട്. ഏകദേശം 15 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലായിടത്തും സർവീസ് സെന്റേഴ്സും വരുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത്, നമ്മൾ മൈലേജിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ ചോദിച്ചേക്കാം, ലാസ്റ്റ് കാണുന്നവർക്കാണെങ്കിൽ നമുക്ക് എത്രയാണ് അതിന്റെ മൈലേജ്? നമുക്ക് CNG ആയിട്ട് നോക്കി കഴിഞ്ഞാൽ 30 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. അതുപോലെ നോർമൽ പെട്രോൾ വേരിയന്റ് ആണെങ്കിൽ 22 കിലോമീറ്റർ ആണ് പെർ ലിറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നല്ലേ. നമ്മൾ പ്രൈസും കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓറ എന്ന് പറഞ്ഞ വാഹനം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അതെന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അതുപോലെ വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരമായിട്ട് മാറും. ടാക്സി നോക്കുന്നവർക്ക് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ കാരണം, നമ്മളൊരു സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്സി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാനായിട്ട് കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ ഒന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ GSTയുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രൈസിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഹുണ്ടായുടെ ഏത് വാഹനങ്ങളെ കുറിച്ച് അറിയാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.